ഹലോ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്ന് അതേ എന്താഴ്ച എന്ന് പറയുക, ഇന്ന് വെള്ളിയാഴ്ചയാണ്. അപ്പോൾ നിങ്ങളോട് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ലേ ഒരു യാത്രയ്ക്ക് ഒരുങ്ങുക എന്നുള്ളത്. ഒരുവിധം എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടായിരുന്നു. അപ്പോൾ എല്ലാവരും ഒരേ സ്വരത്തിൽ പറഞ്ഞു വേളാങ്കണ്ണിയിലേക്കല്ലേ എന്നുള്ളത്. അപ്പോൾ ഇന്നിപ്പോൾ നിങ്ങൾ കേൾക്കുമ്പോൾ ഞങ്ങൾ ഓൾറെഡി വേളാങ്കണ്ണിയിൽ നിന്ന് മടങ്ങിയിട്ടുണ്ടാവും കേട്ടോ. കാരണം 9 മണിയല്ലേ, അപ്പോൾ 9 മണിയുടെ കുർബാന കഴിഞ്ഞിട്ട് മടങ്ങാനാണ് നമ്മൾ വിചാരിച്ചിട്ടുള്ളത്. അപ്പോൾ ഓൾറെഡി ഞങ്ങൾ മടങ്ങിയിട്ടുണ്ടാവും. അപ്പോൾ രണ്ടുപേരും കട്ടയ്ക്ക് തീരെ തടിയില്ല, രണ്ടാളും ഭയങ്കര ക്ഷീണമാണ് രണ്ടാൾക്കും കേട്ടോ. അപ്പോൾ അങ്ങനെ ഇത് പെട്ടെന്നുണ്ടായ ഒരു പരിപാടിയാണ്. അതായത് വ്യാഴാഴ്ച ഉച്ച കഴിഞ്ഞപ്പോഴാണ് ഇങ്ങനൊരു പരിപാടിക്ക് പോവാം എന്ന് തീരുമാനിച്ചത്. അപ്പോഴാണ് ഞാൻ വേഗം ഒതുക്കി തുടങ്ങിയത് കേട്ടോ. വ്യാഴാഴ്ച കാലത്ത് തൊട്ട് പറഞ്ഞു തുടങ്ങി പോയാലോ എന്ന്. പക്ഷേ തോമുവിൻ്റെ പനിയൊന്നും ഓക്കെ ആയിട്ടാവാമെന്ന് വിചാരിച്ചിരിക്കുകയായിരുന്നു. പിന്നെ തോമു ഓക്കെ ആയിപ്പോൾ പിന്നെ വേറെ ഒന്നും ചിന്തിച്ചില്ല, എന്നാൽ പോവാമെന്ന് വിചാരിച്ചു. അങ്ങനെയാണ് ഞാൻ കംപ്ലീറ്റ് ഒതുക്കാനും നിങ്ങൾ കണ്ടല്ലോ, ഇന്നലത്തെ എൻ്റെ വീഡിയോസൊക്കെ കണ്ടതല്ലേ. അങ്ങനെ ഞങ്ങളിതാ ഇന്ന് പുലർച്ചെ, അതായത് വെള്ളിയാഴ്ച പുലർച്ചെ ഇറങ്ങി. അവിടുന്ന് ഇറങ്ങുന്നതിന് മുമ്പുള്ള വീഡിയോസാണ് ഇത് കേട്ടോ. രാവിലെ തന്നെ ഒരു കട്ടൻ കഴിച്ചിട്ടാണ് ഇറങ്ങിയത് കേട്ടോ. നേരമൊന്നും വെളുത്തിട്ടില്ല. അപ്പോൾ നമ്മൾ വിചാരിച്ചു നേരത്തോടെ ഇറങ്ങി കുട്ടികളെയൊക്കെ ഉറക്കത്തിൽ നിന്ന് എടുത്ത് കൊണ്ടുപോയി കഴിഞ്ഞാൽ അങ്ങനെ കിടന്നുറങ്ങിക്കോളുമല്ലോ. അങ്ങനെ എനിക്ക് തോന്നുന്നു ആദ്യം പളനിയിലേക്ക് പോകാമെന്ന് പറഞ്ഞു. അപ്പോൾ അവിടെ നിന്ന് ഇറങ്ങിയിട്ട് പിന്നെ പ്രത്യേകിച്ച് കാര്യങ്ങളൊന്നും കഴിക്കുന്നുണ്ടായില്ല കേട്ടോ. അപ്പോൾ വീട്ടിൽ നിന്ന് ഇറങ്ങിയ വഴിക്ക് ഇവരൊക്കെ ചാടി എണീറ്റു. ആച്ചും ചാക്കോച്ചനും തോമും ഒക്കെ 3 ആളും ചാടി എണീറ്റു. പക്ഷേ ഒരു 5 മിനിറ്റ് കഴിഞ്ഞപ്പോഴേക്കും അവർ വീണ്ടും എന്താ പറയുക നല്ല ഉറക്കത്തിലേക്ക് അങ്ങോട്ട് മാറിയിട്ടോ. അപ്പോൾ ഇത് നമ്മളുടെ പാലക്കാട് ടോളാണ്. അപ്പോൾ നല്ല പിള്ളേർ, അതുകൊണ്ടാണ് കേട്ടോ ഞാനത് മെയിനായിട്ട് എടുക്കാൻ കാരണം നമ്മുടെ കയ്യിൽ ടോളിൻ്റെ ഇതുണ്ടായിരുന്നില്ല, ടാഗാണ് അതുണ്ടായിരുന്നില്ല. പക്ഷെ ആ കുട്ടികൾ ആ കാര്യങ്ങൾ പറയുകയും വണ്ടിക്ക് ഭയങ്കര എന്താ പറയുക, ഭയങ്കര നല്ല പിള്ളേർ. അപ്പോൾ അതുകൊണ്ടാണ് ഞാനത് ആ ടോൾ പ്ലാസയുടെ ആ വീഡിയോ കൂടി എടുത്തത് കേട്ടോ. അപ്പോൾ അവിടെ നിന്ന് കുട്ടികൾ പാച്ചു കുറേ കഴിഞ്ഞിട്ട് എണീറ്റത്. തോമും അതിൻ്റെ ഇടയിലൊന്ന് എണീറ്റു. അത് കഴിഞ്ഞ് വീണ്ടും അവിടെ തന്നെ കിടന്ന് ഉറങ്ങിയിട്ടോ. അപ്പോൾ ഡിവൈൻ ബാക്കിലാണ് ഇരുന്നത്. കാരണം എന്താണെന്ന് വെച്ചാൽ ഡിവൈനെ സംബന്ധിച്ച് ചാക്കോച്ചനും തോമും ഒന്നിച്ചാകുമ്പോൾ അവിടെയാണ് സൗകര്യം. തൊട്ട് തോമ് ഇങ്ങനെ വരുമ്പോൾ നമ്മളുടെ കൂടെ ഇരിക്കാൻ കൂട്ടാക്കില്ല, അവനമ്മ തന്നെ വേണം. അപ്പോൾ ചാക്കോച്ചനായാലും അമ്മ വേണം. ചാക്കോച്ചനെ പിന്നെയും നമുക്ക് മാറ്റിയെടുക്കാം, പക്ഷേ തോമു ഒരു രക്ഷയില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ 2 പേരെയും കൂടിയിട്ട് ഡിവൈൻ ബാക്ക് സീറ്റ് എടുത്തു. അപ്പോൾ കിടക്കുകയും ചെയ്യാം, കുട്ടികളെ കിടത്തുകയും ചെയ്യാമല്ലോ എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ ഞങ്ങളിതേ പഴയ ഓർമ്മകളൊക്കെ അയവിറക്കി ഞങ്ങളിങ്ങനെ യാത്ര തുടരുകയാണ് കേട്ടോ. കാരണം ഞങ്ങൾക്ക് കണ്ടമാനം എന്താ പറയുക ഓർമ്മകളാണ് ഈ വഴിയിൽ. കോയമ്പത്തൂർക്ക് പോകുന്ന ഓർമ്മകൾ. കാരണം കുറേ നാളായി പാലക്കാട് വഴി പോയിട്ട് തന്നെ. അപ്പോൾ ഈ വഴി എന്ന് പറഞ്ഞാൽ ഞങ്ങൾ മുമ്പ് ഒരു 6-7 വർഷം മുമ്പ് എല്ലാ ഞായറാഴ്ചയും പോയിരുന്ന ഒരു വഴിയാണ് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഭയങ്കരമായിട്ട് മാറി, വഴിയൊക്കെ ഭയങ്കരമായിട്ട് മാറി. അങ്ങനെ അവിടെ നിന്ന് അതുപോലെ തന്നെ ഞാൻ പറയാറില്ല, ഞങ്ങൾ ബാംഗ്ലൂർക്കും ബോംബെയിലേക്കൊക്കെ പോകുമ്പോഴും ഇതുപോലെയാണ് പോവുക. അപ്പോൾ ഇതൊക്കെ കാണുമ്പോൾ അതിൻ്റെ ഓർമ്മകളാണ്. അപ്പം ഞങ്ങൾ അവിടെ നിന്ന് പുറപ്പെടുമ്പോൾ ഒന്നും പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നില്ല. കുറച്ച് കഴിഞ്ഞപ്പോൾ വിചാരിച്ചു എന്നത്ര നല്ലോണം നേരത്തെയാണല്ലോ പളനി വഴി പോകാമെന്ന് വിചാരിച്ചു. അങ്ങനെ ഞങ്ങൾ പളനിയിലേക്കുള്ള റൂട്ടിൽ കൂടെയാണ് പിന്നെ യാത്ര തുടർന്നത് കേട്ടോ. അപ്പോഴേക്കും പിള്ളേർസൊക്കെ ഒന്ന് പതുക്കെ ഇരിക്കുകയും അപ്പോൾ ഫുഡ് കഴിച്ചിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ അതിൻ്റെ ഇടയിൽ ഒരു ചായ മാത്രം ഞങ്ങൾ കഴിച്ചുള്ളൂ, കുട്ടികളായിട്ട് ഇറങ്ങി കയറാനുള്ള ഒരു ബുദ്ധിമുട്ട്. അങ്ങനെ ഞങ്ങൾ പഴനി എത്തിയപ്പോൾ അവിടെ ഒരു ഹോട്ടലിൽ ഇറങ്ങി. അതായത് ജസ്റ്റ് അമ്പലത്തിനേൻ്റെ തൊട്ട് മുമ്പ് ഒരു 4-5 കിലോമീറ്റർ മുമ്പ് ഒരു ഹോട്ടലിൽ ഇറങ്ങി. അവിടുന്ന് വാഷ്റൂമിലേക്കൊക്കെ പോയി ആവശ്യമുള്ള ഭക്ഷണ സാധനങ്ങളൊക്കെ കഴിച്ചപ്പോൾ പ്യുവർ വെജിറ്റേറിയൻ ഹോട്ടലായിരുന്നു കേട്ടോ. അപ്പോൾ അതുകൊണ്ട് തന്നെ നല്ല ഓണിയനും ഡാഡിക്ക് എവിടെ പോയാലും വെജിൽ പോയി കഴിഞ്ഞാൽ പ്യുവർ വെജിറ്റേറിയൻ ഹോട്ടലിൽ കയറി അപ്പം ഡാഡിക്ക് ഇഷ്ടം ഓണിയൻ ഊത്തപ്പാണ് കേട്ടോ. അപ്പോൾ ഇതാണ് അവരുടെ പ്രൈസ് ലിസ്റ്റും കാര്യങ്ങളൊക്കെ. അപ്പോൾ തമിഴാണ്. അപ്പോൾ തമിഴ് കണ്ടപ്പോൾ എനിക്കൊരു പുതിയായിട്ട് ഞാൻ നിങ്ങളെ കാണിക്കാനെടുത്തതാട്ടോ. അങ്ങനെ ഞാൻ പൂരിയാണ് കഴിച്ചത്. പൂരിയും ഒരു വടയും കഴിച്ചു. നല്ല ഖുശ്ബു ഇഡ്ഡലിയായിരുന്നു കേട്ടോ. ചാക്കോച്ചന് അത് വാങ്ങി ഒരെണ്ണം കൊടുത്തു. പിന്നെ ഇവരൊക്കെ നെയ് റോസ്റ്റൊക്കെയാണ് കേട്ടോ കഴിച്ചത്. പക്ഷേ ബില്ല് വന്നപ്പോൾ നല്ല ഒരു 1.5 ബില്ലായിട്ടോ. എന്നാലും സാരമില്ല എന്ന് വിചാരിച്ചു. പിന്നെ നമുക്കറിയാലോ പുറമേ യാത്ര ചെയ്യുമ്പോൾ എങ്ങനെ വന്നാലും ഫുഡിനൊക്കെ ഭയങ്കര വിലയാണ്. പ്രത്യേകിച്ച് ഈ നോൺ വെജിറ്റേറിയൻ ഹോട്ടൽസ് എന്ന് പറഞ്ഞിട്ട് വരും. പിന്നെ ഞാൻ പറഞ്ഞില്ലേ, ഇങ്ങനെ പോകുമ്പോൾ അധിക ഭാഗം നല്ല ഹോട്ടൽസൊന്നും ഉണ്ടാവില്ല.
അപ്പോൾ അതിൻ്റെയൊക്കെ നമ്മൾ എന്താ പറയുക അങ്ങനെ ആവും എന്ന് പ്രതീക്ഷിച്ചിട്ട് തന്നെയാണല്ലോ നമ്മൾ യാത്ര ഉണ്ടാവുക. അങ്ങനെ ഞങ്ങൾ അവിടെ നിന്ന് കഴിച്ച് ഇറങ്ങി. അപ്പോൾ എനിക്ക് പ്രത്യേകത തോന്നിയത് ഇങ്ങനൊരു സംഭവം കേട്ടോ. അപ്പോൾ ഞാൻ കയറുമ്പോൾ ഇങ്ങനെ മാല കണ്ടപ്പോൾ എൻ്റെ വിചാരം എന്തിട്ടാണെന്നറിയാം, നമ്മുടെ ഓട്ടോ ഹബിലൊക്കെ ഓണായിട്ട് ഇട്ടിട്ടുണ്ട് കുറേ മാലകൾ. അതാണെന്നാണ് ഞാൻ വിചാരിച്ചത്. പിന്നെ ഇവിടെ അടുത്ത് വന്ന് കണ്ടപ്പോഴാണ് ഫുള്ളിങ്ങനെ ഓരോരുത്തർക്ക് മാലയിട്ട് വെച്ചിട്ടുള്ളതാണ്. അപ്പോൾ അവിടെ വെച്ചിട്ട് തോന്നുന്നപ്പോൾ അതൊക്കെ ഒന്ന് ഛർദ്ദിച്ചു കേട്ടോ. വേറെ ഒന്നുമല്ല, അവന് മരുന്ന് കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇവിടെ വെച്ചിട്ടാണ് ഞങ്ങൾ കുട്ടികൾക്ക് മരുന്ന് കൊടുത്തത്, 3 ആൾക്കും കൊടുത്തായിരുന്നു. അപ്പോൾ തോമു മരുന്ന് കഴിക്കാൻ ഇത്തിരി മടി, അപ്പോൾ അവനൊന്ന് ഛർദ്ദിച്ചു. വേറെ കുഴപ്പമൊന്നും ഉണ്ടായില്ല. ആ മരുന്നുള്ളതൊന്ന് തുപ്പിയിട്ടു എന്നുള്ളൂ, അല്ലാണ്ട് വേറെ കുഴപ്പമൊന്നുമില്ല കേട്ടോ. അങ്ങനെ അവിടെ നിന്ന് ഞങ്ങളിതാ വീണ്ടും യാത്ര തുടർന്നു. അപ്പോൾ ഇതേ കുട്ടികളൊക്കെ എന്താ പറയുക ഭയങ്കര സ്റ്റൈലിലാണ് ഇറങ്ങിയത്. പക്ഷെ ചൂടെന്ന് പറഞ്ഞ ഒരു 1.5 ചൂടായിരുന്നു കേട്ടോ. ഇപ്പം പറയുമ്പോൾ ചൂടില്ല എന്നാണ് പറയുന്നത്, എന്നാലും നല്ല ചൂടായിരുന്നു. അങ്ങനെ ഞങ്ങളിതേ പഴനിയിൽ ഇറങ്ങി. അവിടെ നിന്ന് യാത്ര ബാക്കി വിശേഷങ്ങളൊക്കെ ഡിംപിൾ ഡേയിലും ഡിവൈൻ വീഡിയോസൊന്നും എടുത്തിട്ടില്ല എന്ന് എനിക്ക് തോന്നണം കേട്ടോ, എനിക്കറിയില്ല. ഡിംപിളിൻ്റെ വീഡിയോസ് കാണും. അങ്ങനെ ഞങ്ങൾ അവിടെ നിന്ന് മടങ്ങി കരിക്കൊക്കെ കുടിച്ച് അവിടെ നിന്ന് ഇറങ്ങി. അപ്പോൾ കരിക്കാകുമ്പോൾ ആർക്കും ദോഷം ചെയ്യില്ല. അപ്പോൾ കുട്ടികൾക്ക് എങ്ങനെയാണെന്ന് വെച്ചാൽ നമ്മൾ പുറത്ത് പോകുമ്പോൾ മാക്സിമം ഒരു പലഹാരവും അല്ലെങ്കിൽ ഒരു ഭക്ഷണ പദാർത്ഥങ്ങളും കൊടുക്കാറില്ല. അവർ സാധാരണ എന്താണോ തിന്നുകൊണ്ടിരിക്കുന്നത് ആ ബിസ്ക്കറ്റോ അല്ലെങ്കിൽ കേക്കോ അത് നമ്മളിവിടുന്ന് കൈപ്പിടിക്കുകയാണ് പതിവ് കേട്ടോ. അങ്ങനെ അവർക്കുള്ള പാലും ബാക്കിയുള്ള സാധനങ്ങളൊക്കെ കാറിലുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ കൊടുത്ത് ഞങ്ങൾ യാത്ര തുടർന്നു കേട്ടോ. അങ്ങനെ ശരിക്കും ഒരു 12:30 ആയപ്പോൾ വീണ്ടും ഞങ്ങളൊരു സ്ഥലത്തിറങ്ങി ബാത്റൂമിൽ പോവാം, പിന്നെ കുട്ടികൾക്ക് എന്തെങ്കിലും വാങ്ങിക്കാം എന്നുള്ള ധാരണയിൽ, പിന്നെ ഞങ്ങൾക്കും വല്ല സ്വീറ്റ്സോ എന്തെങ്കിലും ഒന്ന് ഇടയ്ക്ക് കുറയ്ക്കാൻ വേണ്ടിയിട്ട് വാങ്ങിക്കാം എന്നുള്ള ധാരണയിൽ ഇറങ്ങി. അവിടെ ഇഷ്ടം പോലെ വെറൈറ്റി സാധനങ്ങളുണ്ടായിരുന്നു കേട്ടോ. പക്ഷേ ഞാൻ ക്രീം ബണ്ണ് കണ്ടപ്പോൾ കുട്ടികൾക്ക് ക്രീം ബണ്ണ് ഒരെണ്ണം വാങ്ങി. പക്ഷേ നമ്മൾ വിചാരിച്ച പോലെ ആയില്ല. തൃശ്ശൂരത്തെ ക്രീം ബണ്ണിൻ്റെ അടുത്ത് കൂടെ പോയിട്ടില്ല, ഭയങ്കര ഹാർഡായിരുന്നു കേട്ടോ. പിന്നെ കോൺഫ്ലേക്സിൻ്റെ ചിപ്സും അങ്ങനെയുള്ള കുറച്ച് സാധനങ്ങൾ, ബട്ടറിൻ്റെ മുറുക്ക്, അതൊക്കെ അവിടെ ഫേമസ് ആണല്ലോ, നല്ല ടേസ്റ്റാണ് അവിടുത്തെ ബട്ടർ മുറുക്കൊക്കെ കഴിക്കാനായിട്ട് കേട്ടോ. അങ്ങനെ പിന്നെ ഇവർ 3 പേരായിട്ടുള്ള കളികളായിരുന്നു കേട്ടോ, തോമും പാച്ചും ചാക്കോച്ചനും. അപ്പോൾ അധിക ഭാഗം എൻ്റെ കൂടെയായിരുന്നു ചാക്കോച്ചനുണ്ടായിരുന്നത്. ഡിവൈനോട് ഞാൻ പറഞ്ഞു കിട്ടിയ സമയത്ത് സുഖമായിട്ട് കിടന്ന് ഉറങ്ങിക്കോ എന്ന് പറഞ്ഞു. കാരണം ഡിവൈന് 2 പേര് എന്താ പറയുക, തോമുവിനും പനിയല്ലായിരുന്നേ. അപ്പോൾ 2 ആഴ്ച മുമ്പുള്ള കല്യാണത്തിൻ്റെയും മാമോദീസയുടെ അത് കഴിഞ്ഞ് ഫങ്ഷൻ അത് കഴിഞ്ഞ് എല്ലാം കൂടി ആയപ്പോൾ ഡിവൈന് ഭയങ്കര ക്ഷീണമായിട്ടായിരുന്നു. അപ്പോൾ ഞാൻ പറഞ്ഞു കിട്ടിയ സമയത്ത് കിടന്ന് ഉറങ്ങിക്കുമെന്നുണ്ട് കുട്ടികളെ ഞാൻ ഫ്രണ്ടിലേക്ക് എടുത്തു. പക്ഷേ കുറച്ച് കഴിഞ്ഞപ്പോൾ തോമു വീണ്ടും കിടന്നുറങ്ങി. അപ്പോൾ തോമു വീണ്ടും ഡിവൈൻ്റെ അടുത്ത് തന്നെ കിടന്ന് ഉറങ്ങിയിട്ടോ. അങ്ങനെ ഞങ്ങളിത് കുറച്ചിടെ എത്തിയപ്പോൾ അതാ നമ്മുടെ കുംഭകോണത്ത് എത്തി. അവിടുത്തെ ഫേമസ് ആണല്ലോ കോഫി, എന്താ ടേസ്റ്റ്. അപ്പോൾ ഞങ്ങൾ മുമ്പ് നിങ്ങൾ കണ്ടിട്ടുണ്ടോ, നമ്മൾ റെയിൽവേ സ്റ്റേഷനിൽ ട്രെയിനിൽ പോയില്ലേ, ആ ദിവസം ഞങ്ങൾ ഷീമാട്ടിൽ നിന്ന് കുംഭകോണം കോഫി വാങ്ങിച്ച് കഴിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഡിവൈൻ ഈ റോഡ് വളർന്ന കാരണം തമിഴ്നാടായിട്ട് ഭയങ്കര ടച്ചാണ്. അപ്പോൾ അവിടുത്തെ ഓരോ സാധനങ്ങളും ആൾക്ക് ഭയങ്കര എന്താ പറയുക, ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ ഞങ്ങളോട് പറയും ഇത് നല്ലതാണ് അത് നല്ലതാണ്. അങ്ങനെ ഞങ്ങൾ കുംഭകോണത്ത് ഇറങ്ങിയിട്ട് കുടിച്ചതാണ് ആ ഫിൽറ്റർ കോഫി. അത് പറയാണ്ടിരിക്കാൻ പറ്റില്ല കേട്ടോ, അത്ര ടേസ്റ്റ്. എന്നാൽ അധികം വിലയിൽ 20 രൂപ തന്നെയുള്ളൂ. നല്ല അത്യാവശ്യം വലിപ്പമുള്ള ഗ്ലാസ്സിലുള്ള ഫിൽറ്റർ കോഫി കേട്ടോ, സൂപ്പർ ടേസ്റ്റായിരുന്നു സംഭവം. അത് കഴിഞ്ഞ് ഞങ്ങളടുത്ത് തന്നെ സ്നാക്സും കാര്യങ്ങളും കണ്ടെങ്കിലും ഈ കോഫിയുടെ ടേസ്റ്റ് വായിന്ന് പോകണ്ടെന്ന് പറഞ്ഞിട്ട് ഞങ്ങളാരും അത് കഴിച്ചില്ല. ഈ കോഫി എന്താ പറയുക, കോഫിയുടെ ആ ബലത്തുമ്മേ ഞങ്ങളങ്ങനെ വേളാങ്കണ്ണിയിലെത്തിയിട്ടോ. ആ വേളാങ്കണ്ണിയിൽ എനിക്ക് തോന്നുന്നു എത്ര മണിക്കാണ് എത്തിയത്, 3 മണിക്കോ ഒക്കെ എത്തി തോന്നുന്നുണ്ട്. എനിക്ക് സമയം അങ്ങോട്ട് ഓർമ്മ വരുന്നില്ല കേട്ടോ. അങ്ങനെ അവിടെ എത്തി ഞങ്ങൾ വേഗം പള്ളിയുടെ തൊട്ടടുത്തായിട്ട് തന്നെയാണ് റൂം എടുത്തത്. കാരണം കുറച്ച് ദൂരെ ആയി കഴിഞ്ഞാൽ കുട്ടികളെയും കൊണ്ട് നടക്കാനായിട്ട് എളുപ്പമല്ല. അപ്പോൾ അങ്ങനെ ഞങ്ങൾ പള്ളിയുടെ അടുത്ത് തന്നെ റൂം എടുത്തത്. അപ്പോൾ ഞാൻ പള്ളിയിൽ എത്തുന്ന വഴിയാണ് ഞാൻ ഈ എടുത്തിരിക്കുന്നത് കേട്ടോ. സിംതേരിയും കാര്യങ്ങളൊക്കെ അവിടെ ഉണ്ട്. അപ്പോൾ ഇവിടുന്ന് ഇങ്ങോട്ട് കടന്നു കഴിഞ്ഞാൽ ഭയങ്കര ഓർമ്മകളാണ്. കാരണം എനിക്ക് തോന്നുന്നു ഓർമ്മ വെച്ച കാലം തൊട്ട് എല്ലാ വർഷവും അപ്പച്ചനും അമ്മച്ചും ഞങ്ങൾ മക്കളും കൂടിയിട്ട് വേളാങ്കണ്ണിക്ക് വരിക എന്നുള്ളത് ഒരു എന്താ പറയുക, എല്ലാ വർഷവും വരിക എന്നുള്ളത് ഒരു അപ്പച്ചനൊരു വഴിപാടായിരുന്നു, അല്ലെങ്കിൽ ഒരു നിർബന്ധമായിരുന്നു. അപ്പച്ചൻ മരിക്കുന്ന കൊല്ലം വരെ അപ്പച്ചനും അമ്മച്ചിയും കൂടി വന്നു. ഞാൻ ഇന്നലെ പറഞ്ഞു തോന്നുന്നുണ്ട്, അമ്മച്ചി എങ്ങനെയാണെന്ന് വെച്ചാൽ വെള്ളയും കൊടുത്തിട്ടാണ് കുർബാനയ്ക്ക് പോവുക. അങ്ങനെയായിരുന്നു. അപ്പച്ചനും അമ്മച്ചിയും കൂടി വന്ന് കൊല്ലത്തിലൊരു 2 ദിവസം അവർ വേളാങ്കണ്ണിയിൽ സ്പെൻഡ് ചെയ്യും കേട്ടോ. അങ്ങനെയാണ് സാധാരണ പതിവ്. ഒരു വെള്ളിയാഴ്ച ഉച്ചതിരിഞ്ഞ് വന്ന് ഞായറാഴ്ച വൈകുന്നേരം വന്ന് തിങ്കളാഴ്ച രാവിലെ കടയിലേക്ക് പോകാവുന്ന പോലെയാണ് അപ്പച്ചൻ പ്ലാൻ ചെയ്യുക.
അപ്പോൾ ഞങ്ങൾ പറയും വർഷത്തിലൊരു 2 ദിവസം അപ്പച്ചനും അമ്മച്ചി ഒറ്റയ്ക്ക് എന്താ പറയുക മാതാവിൻ്റെ അടുത്തേക്ക് വരുന്ന സമയമാണ്. അത് കഴിഞ്ഞ് അപ്പച്ചൻ മരിച്ചിട്ടും അമ്മച്ചി അത് കണ്ടിന്യൂ ചെയ്തു. അമ്മച്ചി മരിക്കുന്നതിൻ്റെ തലേ വർഷം വരെ പോയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഞാനിപ്പോൾ എൻ്റെ മനസ്സിൽ വിചാരിച്ചിട്ടുണ്ട്, ഞാൻ ഈ പറഞ്ഞ പോലെ ശരിക്ക് ഡിവൈൻലി നോണ്ടി, അതായത് കൊറോണയുടെ ആ കൊല്ലം വരെ ഞങ്ങൾ പോയിരുന്നു. പിന്നെ കൊറോണ ശരിക്കും പറഞ്ഞാൽ നമ്മുടെ ജീവിതത്തിന് മൊത്തം ഒന്ന് മാറ്റിമറിച്ചു, എല്ലാത്തിനും തടസ്സങ്ങൾ വന്നല്ലോ. അപ്പോൾ ഞാൻ ഇന്ന് ഡാഡിയോട് പറഞ്ഞു, ഇനി ഇവിടെ ഞങ്ങളുടെ എല്ലാ വർഷവും നമുക്ക് മുടങ്ങാണ്ട് മാതാവിൻ്റെ അടുത്തേക്ക് വരണം എന്ന് പറഞ്ഞിട്ടുണ്ട്. കാരണം ഞാൻ എന്നും ആരോഗ്യനാഥോട് പ്രാർത്ഥിക്കുന്നതാണ്. കാരണം ഓരോ സമയത്ത് ഓരോ അസുഖങ്ങൾ പല രീതിയിൽ വരുമ്പോൾ ഞാൻ വേളാങ്കണ്ണി മാതാവിനോട് പറയുക, ആരോഗ്യനാഥയാണ്, എൻ്റെ ആരോഗ്യം മുഴുവൻ നീ വേണം നോക്കാൻ എന്നാണ് ഞാൻ പറയുക. അതുപോലെ തന്നെ എൻ്റെ എല്ലാ, നിങ്ങൾക്കറിയാലോ, ഓരോ അസുഖങ്ങൾ ഇതാ വന്നു എന്ന് പറയുമ്പോഴേക്കും അതൊന്നും അല്ലാണ്ടാക്കുന്നത് എൻ്റെ ഒരു വിശ്വാസം വേളാങ്കണ്ണി മാതാവും അൽഫോൺസമ്മയാണെന്നാണ് കേട്ടോ. അങ്ങനെ ഇന്നലെ നിങ്ങൾ കണ്ടില്ലേ കോയിൻ, അത് എല്ലാവർക്കും വിതരണം ചെയ്ത് നാത്തൂനും വരികയാണ്. അപ്പോൾ എല്ലാവരും ചോദിക്കും ഇവർ ചെടി നീറ്റിയാണോന്ന്. ഞാൻ ഇവർക്ക് 2 പേർക്കും ഞാനല്ല, ഇവർ 2 പേരും അപ്പോഴും പോയിട്ട് ഒരേപോലത്തെ ഡ്രസ്സ് എടുത്തു. അപ്പം ഞാൻ പറഞ്ഞിട്ടുണ്ട് അതിൻ്റെ കാശ് ഞാൻ തരാം, കാരണം ഞാൻ 2 പേർക്കും ഒരുപോലെ എടുക്കണ പോലെ, കാരണം എനിക്ക് ഭയങ്കര ഇഷ്ടമായി രണ്ടാളുടെയും ഒരേപോലത്തെ. അപ്പോൾ അതിൻ്റെ ഇടയിൽ എന്താ പറയുക, അതൊന്നും പറയില്ല, വെറുതെ എന്താ കാര്യം, അനാവശ്യ കാര്യങ്ങൾ പറയണ്ടല്ലോ. അങ്ങനെ പള്ളിയുടെ അന്തരീക്ഷമാണ്. അപ്പോൾ ഞാനെങ്ങനെയാണെന്ന് വെച്ചാൽ എൻ്റെ ഗ്രൂപ്പിലുള്ള മക്കൾക്ക് വേണ്ടിയിട്ട് ഞാൻ ഇതിൻ്റെ ഫോട്ടോയും വീഡിയോസൊക്കെ അയച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് ഫോണിലുണ്ടായിരുന്നു. അപ്പോൾ അത് ഞാൻ ഇതിൽ കൂടെ ആഡ് ചെയ്തു, നിങ്ങൾക്കും കാണാമല്ലോ എന്ന് വിചാരിച്ചിട്ട്. അപ്പോൾ ഞാൻ ഇന്നത്തെ വീഡിയോ ഞാൻ ഇത്രയ്ക്കേ ഇടുന്നുള്ളൂ കേട്ടോ. അപ്പോൾ അടുത്തൊരു വീഡിയോ ഞാൻ ശരിക്കും വേളാങ്കണ്ണിയും പള്ളിയും 14 സ്ഥലവും പിന്നെ നമ്മളുടെ കിണറിൻ്റെ അവിടെയും എല്ലാം കൂടിയിട്ട് ഞാൻ കോർത്ത് കാണിച്ചു തരാം നിങ്ങൾക്ക് കേട്ടോ. അപ്പോൾ ഇന്ന് ഇത്രയേ ഉള്ളൂ, കാരണം ഞാനിവിടെ ലോഡ്ജിൻ്റെ പുറത്ത് നിന്നിട്ടാണ് വോയിസ് ഓവർ കൊടുക്കുന്നത്. അപ്പോൾ അത്രയെങ്കിലും പറ്റിയതിൽ വലിയ സന്തോഷം. അപ്പോൾ നമുക്ക് നാളെ കാണാം കേട്ടോ.